RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്ന് തൃശൂരിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 100 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ മോഹൻ ഭാഗവത് ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ പ്രഭാഷണം നടത്തും. തുടർന്ന് സദസ്സുമായി അദ്ദേഹം സംവദിക്കും. വൈകിട്ട് 4:30 ഹയാത്ത് റീജൻസിയിലാണ് പരിപാടി നടക്കുക. സാനു കെ സജീവുണ്ട് വിവരങ്ങളുമായി. സാനു, സംഘത്തിന്റെ ശതാബ്ദി വർഷമാണല്ലോ കടന്നു പോകുന്നത്. ഇന്നലെ തലസ്ഥാനത്ത് അദ്ദേഹം ക്ഷണിക്കപ്പെട്ടവർക്ക് മുന്നിൽ സംഘം എന്താണ് എന്നതിനെപ്പറ്റി വിശദീകരിക്കുകയും പിന്നീട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. തൃശ്ശൂരിലെ പരിപാടി എപ്പോഴാണ് ആരംഭിക്കുക? മറ്റ് വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, സംഘത്തിന്റെ ശതാബ്ദി വർഷങ്ങളുടെ ഭാഗമായിട്ടാണ് അതായത് രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ, പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സർസംഘചാലകന്റെ പ്രഭാഷണ പരമ്പരകൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടക്കുന്നു. ഇന്ന് തൃശ്ശൂരിലാണ് പ്രഭാഷണം നടക്കുന്നത്. വൈകുന്നേരം 4:30 ഹയാത്ത് റീജൻസിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്ഷണിക്കപ്പെട്ട 700ഓളം അതിഥികൾക്ക് മുന്നിലായിരിക്കും സംഘത്തിന്റെ നാൾവഴികളെക്കുറിച്ച്, സംഘം പിറന്ന കാലം മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണം ഉണ്ടാവുക. അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ക്ഷണിക്കപ്പെട്ടിട്ടുള്ള 700ഓളം അതിഥികളാണ് ഈ അതായത് സർസംഘചാലകന്റെ പ്രഭാഷണം ശ്രവിക്കുന്നതിന് വേണ്ടി എത്തുക. അതിനുശേഷം ഈ സദസ്യരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഉണ്ടാകും. സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സംഘത്തിന്റെ കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പിന്നിട്ട വഴികളെക്കുറിച്ച്, അതായത് ഈ 100 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ് ഈ ഒരു ശതാബ്ദിയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. ആഘോഷങ്ങൾക്ക് പകരം സേവനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രവർത്തനങ്ങളാണ് സംഘത്തിന്റെ 100ാം വർഷത്തിലേക്ക് എത്തുന്ന സമയത്തുണ്ടാവുന്നത്. ഒപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് സംഘത്തിനൊപ്പം പിറവിയെടുത്ത പല സംഘടനകളും ഇന്ന് കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതും, അതിന് സംഘം എന്ന് പറയുന്ന ഒരു വടവൃക്ഷം വളർന്ന് അത് ലോകത്തേക്ക് പന്തലിക്കുന്ന അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി, സംഘത്തിന്റെ പ്രസക്തി, ഈ കാലഘട്ടത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളിലായിരിക്കും അദ്ദേഹത്തിന്റെ പ്രഭാഷണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൈകുന്നേരം 4:30 സർസംഘചാലക് ഹയാത്ത് റീജൻസിയിൽ എത്തുക. അതിനുശേഷമായിരിക്കും പരിപാടികൾ തുടങ്ങുക. ഓക്കെ സാനു, വ്യക്തമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ഇന്ന് തൃശ്ശൂരിലാണ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന പരിപാടി നടക്കുക. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിൽ കടന്നുപോയ 100 വർഷത്തിൽ സംഘം എന്താണ് ചെയ്തത്, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനായി സംഘത്തെ പോലൊരു പ്രസ്ഥാനത്തിന്റെ അനിവാര്യത എന്താണ് എന്ന കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. ഒപ്പം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുള്ള മറുപടിയും സർസംഘചാലക് തത്സമയം നൽകും. സാനുവാണ് തൃശ്ശൂരിൽ നിന്നും ചേർന്നത്.